അതിജീവിത കരഞ്ഞിട്ട് കാര്യമില്ല, നീ ഓരോ അഹങ്കാരം ചെയ്യുമ്പോൾ ചിന്തിക്കണമായിരുന്നു അതിജീവിത. അതിജീവിതക്ക് 8ന്റെ പണി കിട്ടുകയാണ് നമ്മുടെ രാഹുൽ പറയുകയാണ്. അതിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ പ്ലേ ചെയ്തുതരാം. അതായത് 3 വെറുതെ വിടില്ല, ടോട്ടൽ 5 3 കള്ളക്കേസും റിണിയും സെഹനാസ് ഉൾപ്പെടെയുള്ള 5 പേരെയും ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് നമ്മുടെ രാഹുൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ആദ്യം കാണണം. വക്കീൽ പറയുന്ന കാര്യങ്ങളൊക്കെ. എഴുത്തുകാരി ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA DGPക്ക് പരാതി നൽകി. ഷഹനാസിന്റെ ആരോപണങ്ങളിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് പരാതി. അപകീർത്തികരമായ കൂടുതൽ പരാമർശങ്ങൾ വരുന്നത് തടയണമെന്നും പരാതിയിൽ പറയുന്നു. ഷഹനാസിനെതിരെ കോടതിയിൽ മാനനഷ്ട കേസ് നൽകുമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ശേഖർ തമ്പി പറഞ്ഞു. ഈ കേസുകൾ രജിസ്റ്റർ ആവും മുമ്പ് തന്നെ അവർ ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ എന്തോ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ കക്ഷിയുടെ നിരീക്ഷണം. ആരുമായി ചേർന്നാണ് കോൺസ്പിറസി നടത്തുന്നത്? കാരണം മറ്റൊരു വേദിയിൽ അവർ ഈ പരാതി പറഞ്ഞിട്ടില്ല. ഒരാളെ ഡിഫെയിം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റും മീഡിയയുടെ അടുത്തും പറയുന്നതല്ലാതെ മറ്റൊരു വേദിയിൽ അവർ പറയാൻ തയ്യാറായിട്ടില്ല. അവരുടെ എന്തെങ്കിലും തെളിവുകൾ ഇയാൾക്കെതിരെ ഉണ്ടെങ്കിൽ, ഇയാൾ അപമാനിച്ചതായിട്ട് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അതവർ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അപ്രോപ്രിയേറ്റ് ഫോറത്തിന് മുന്നിൽ കാണിക്കാനോ തയ്യാറാവണം. അങ്ങനെയൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഓക്കെ, കുറെ പേര് ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് രാഹുൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല. ഒന്നിന് പിറകെ ഒന്നായിട്ട് 5 കേസ് കൊടുക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇന്ന് ഏകദേശം ഉച്ചയാവുമ്പോൾ റിണിക്കെതിരെയും കേസ് കൊടുക്കും. ഓക്കെ, ഷഹനാസിനെതിരെ നമ്മുടെ രാഹുൽ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അത് നിങ്ങൾ ആദ്യം കാണണം. അതിനുശേഷം നമ്മുടെ ഭാവന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഫേക്കായിട്ടുള്ള അതിജീവിതന്മാർ വരുന്നത് കൊണ്ട്, അതായത് റിയലായി അനുഭവിക്കുന്നവർക്ക് നീതി കിട്ടുന്നില്ല എന്ന് ഭാവന പറയുന്നുണ്ട്. അത് ഞാൻ വെച്ചു തരാം. അതിനുശേഷം ജോൺ ബ്രിട്ടാഷും ഈ പറയുന്ന സുരേഷ് ഗോപിയും വീണ്ടും തമ്മിൽ തല്ലിയിട്ടുണ്ട് പാർലമെന്റിൽ. അതിന്റെ വീഡിയോ ക്ലിപ്പും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഹുൽ ഷഹനാസിനെതിരെ പറയുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണണം. ഓക്കെ, എന്റെ ചോദ്യം 2020 മറ്റോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് സംഭവം അവർ പറയുന്നത്? കർഷക സമരം ആ സമയത്താണല്ലോ. ആ ആളെ 2024 എന്തിനാ മാക്ബത്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പറയട്ടെ, ഈ വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം ഷഹനാസ് എന്നോട് നീ കേസ് കൊടുക്കണം, ഡിഫേമേഷന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞാളാ. എപ്പോഴാണ്? ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം. ഈ ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വന്നതിന് ശേഷം എന്നോട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ്. തെളിവുണ്ട്. ആ മിസ്ബിഹേവ് ചെയ്ത ആളെ ഈ 5 വർഷക്കാലം അടുത്ത സുഹൃത്തായിട്ട്, എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നൊരു ആളെ ഞാൻ 5 വർഷക്കാലം സുഹൃത്തായിട്ട് വെക്കില്ല. ഷഹനാസും വെക്കുന്ന ആളല്ല. രാഹുൽ മാങ്കൂട്ടം കാശ്മീരിലെ ഡൽഹിയിലേക്ക് ടൂറിന് അവന്റെ കൂടെ കർഷക സമരത്തിന് എന്നെ വിളിച്ചപ്പോ അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണ് എനിക്ക് അവന്റെ കൂടെ നിങ്ങൾക്ക് കാര്യം പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഒരു സെൽഫി പോലും എന്റേതില്ല. അവൻ പറയുകയാണ് ഇന്നലെ ഷഹനാസ് എന്റെ സുഹൃത്തായിരുന്നു, ഷഹനാസ് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന്. ഒരു സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ടം. നാണമുണ്ടോ ഷഹനാസെ? ഇത്തിരി ഉളുപ്പുണ്ടോ ഷഹനാസെ? പാവം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് നിനക്ക് എന്താണടി കിട്ടുന്നത്? അതായത് ഈ വൃത്തികെട്ട ജന്തു പച്ചക്കളവ് പറയുകയാണ്. കർഷക സമരത്തിന് പോകുന്ന സമയത്ത് രാഹുൽ എന്നെ മോശമായിട്ട് മെസ്സേജ് അയച്ചു, ഞാനും നീയുമായി ശാരീരികമായി ബന്ധപ്പെടാൻ ഈ പറയുന്ന രാഹുൽ ആവശ്യപ്പെട്ടു എന്ന് വൃത്തികെട്ട ജന്തു പച്ചക്കളവ് പറയുകയാണ്. ജന്തുവിനോടൊരു കാര്യം പറയുകയാണ്, രാഹുലിന് അത്രയും ദാരിദ്ര്യമല്ല നിന്നെപ്പോലെയുള്ള, നിൻ്റെ വായിലെന്തെങ്കിലും വരും. അതായത് നമ്മൾ രാഹുൽ പെട്ടത് കൊണ്ട് പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, രാഹുലിനെതിരെ ആദ്യ കേസ് വരുമ്പോൾ ഈ പറയുന്ന ഷഹനാസ്, അപ്പോൾ കോൺഗ്രസ്സുകാരിയല്ലേ, ഷഹനാസ് പറയുകയാണ്, രാഹുലെ ആരാണ് ആദ്യ കേസ് കൊടുത്തത്, അവൾക്കെതിരെ നീ കേസ് കൊടുക്കണമെന്ന്. പിന്നെ തിരിയുകയാണ്. അതായത് റിണിയും കൂട്ടരും ഷഹനാസിന് പൈസ കൊടുത്ത് പറയിപ്പിക്കുകയാണ്. നീയും പറയും പൈസ അല്ലേ, പൈസ ഉണ്ടെങ്കിൽ എന്ത് പച്ചക്കളവുമാണെങ്കിലും ഇവറ്റകൾ, ഈ വൃത്തികെട്ട ജന്തുക്കൾ പറയും എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ. ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ രാഹുലിന് നീതി കിട്ടണം. ഓക്കെ, നമ്മുടെ രാഹുലിന് നീതി കിട്ടണമെങ്കിൽ വളരെ എണ്ണത്തിൽ ചുരുങ്ങിയ ആൾക്കാരാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ചില യൂട്യൂബേഴ്സ്, രാഹുൽ ഈശ്വർ, ഞാൻ, പിന്നെ എണ്ണത്തിൽ ഒരു 4-5 യൂട്യൂബേഴ്സാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അവരുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല.
അന്നെങ്കിൽ ഞങ്ങൾ രാഹുലിനെതിരെ സംസാരിക്കുന്ന വീഡിയോ നാലാളിലേക്ക് എത്തിയാലേ നമ്മുടെ രാഹുലിന് നീതി കിട്ടും, എത്തിയാലേ നമ്മുടെ രാഹുൽ നിരപരാധി എന്നറിയപ്പെടും. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഷഹനാസ് പൈസ മേടിച്ചിട്ട് പണിയെടുത്തു എന്ന് നമുക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഷഹനാസിന് ഉറപ്പായിട്ടും ജയിൽ ശിക്ഷ കിട്ടും. കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് ഷഹനാസ് ഇല്ലാതാക്കിയത്. നേരെ മറിച്ച് റിനിയുടെ ഭാഗം ശരിയുണ്ടെങ്കിൽ റിനി ഞങ്ങളെ വെറുതെ വിടും. ഞങ്ങളൊക്കെ എത്ര വീഡിയോ ആണ് റിനിക്കെതിരെ ഇട്ടത്, ഞാനൊക്കെ എത്ര വീഡിയോ റിനിക്കെതിരെ ഇട്ടു, എന്നെ അവൾ വെറുതെ വിടും? ഇല്ല, ഒരിക്കലും വെറുതെ വിടൂല. അപ്പോൾ റിനിയും ആരുടെയോ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നമ്മുടെ രാഹുലിൻ്റെ ജീവിതം ഇല്ലാതാക്കിയ വൃത്തികെട്ട ജന്തുവാണ് ഈ പറയുന്ന റിനിയും. വൃത്തികെട്ട വിഷം അങ്ങനെ നമുക്ക് പറയാം. റിനിയാണ്. റിനിയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ആരാണ്? CPM ആണോ, BJP ആണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ? എന്തിനാണ് അവറ്റകൾ രാഹുലിനെ കുടിക്കിയത്? എല്ലാം നമുക്കറിയാം. റിനിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചോദ്യം ചെയ്യണം. ഓക്കെ, റിനിയെ നമ്മുടെ രാഹുൽ വെറുതെ വിടൂല എന്നാണ് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന ഒരു വാർത്ത. ഓക്കെ, ചെയ്തത് ശരിയായിരുന്നുവെന്ന് തോന്നിയത് ഓഫ് കോഴ്സ് ആഫ്റ്റർ മൈ ഇൻസിഡന്റ് ഞാൻ കംപ്ലൈന്റ് ഫയൽ ചെയ്തത്. ഒരു നടി എന്ന നിലയിലല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ ഭാവന എടുത്ത തീരുമാനത്തിൽ അഭിമാനിക്കുന്നൊരു തീരുമാനം എന്താണ്? ഞാനെടുത്ത തീരുമാനത്തിൽ ഞാൻ ചെയ്തത് ശരിയായിരുന്നുവെന്ന് തോന്നിയത് ഓഫ് കോഴ്സ് ആഫ്റ്റർ മൈ ഇൻസിഡന്റ് ഞാൻ കംപ്ലൈന്റ് ഫയൽ ചെയ്തത്. കാരണം അതാണ് ശരിയെന്ന് തോന്നി, ഞാനത് ചെയ്തു. ബിക്കോസ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന റിപ്പർക്കഷൻസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ എൻ്റെ ലൈഫ് അല്ലെങ്കിൽ മെന്റൽ പീസ് ഇല്ലാതാവുമായിരുന്നു. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തടത്തോളം കാലം അത് പുറത്ത് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്നതാണ് എന്ന് എടുത്ത തീരുമാനം എന്നും ഞാൻ ശരിയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരു കാര്യം പറയുകയാണ്, രാഹുലിനെ ചതിച്ചതുപോലെ ഈ അതിജീവിതന്മാർ, ഫേക്കായിട്ടുള്ള അതിജീവിതന്മാർ വരുന്നതോടുകൂടി റിയലായിട്ട് അനുഭവിക്കുന്ന അതിജീവിതന്മാരുടെ സ്പേസാണ് ഇല്ലാതാവുന്നത്. ഇവിടെ ഭാവന അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചു, എന്തെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നിലവിൽ ചില പ്രേക്ഷകർ പറയുന്നത് ഇങ്ങനെയുള്ള, അതായത് ദിലീപിൻ്റെ കേസിൽ അതിജീവിതന്മാർ അതും ഫേക്കായിരിക്കും, അതും പൈസയ്ക്ക് വേണ്ടി ആയിരിക്കും ചെയ്യുന്നത്, അങ്ങനെയാണ് ചിലർ പറയുന്നത്. അതിനൊക്കെ കാരണം ഈ രാഹുലിനെതിരെ വരുന്ന ഫേക്കായിട്ടുള്ള ഷഹനാസും ഫേക്കായിട്ടുള്ള റിനിയും ഇവറ്റകൾ ഫേക്കായിട്ടുള്ള വാർത്ത കൊടുക്കുന്നത് കൊണ്ടാണ് നിലവിലും നമ്മുടെ റിയലായിട്ട് അനുഭവിക്കുന്നവർക്ക് നീതി കിട്ടാറുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, റിനിയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യണം. റിനിയെ ചോദ്യം ചെയ്താലേ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ജോൺ ബ്രിട്ടാഷും സുരേഷ് ഗോപിയും അടിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, Sir, this government has been consistently insulting my friend Suresh Gopi. He promised ordinance student of medical science. It will come now, a day, 24 hours, 36 hours. Where is the AMS, sir? 22 ordinance student of AMS have been granted in different states, in some states too. Sir, 2 years back he promised tourism circuits to the people of Kerala. I pleaded with the government, please honor my friend Suresh Gopi. He was humiliated again and again. My friend is being humiliated. It's not the question of giving justice to Kerala alone, but giving honor to the ministers of this government also. ഓക്കെ, ഒരു കാര്യം കൂടി ഇടയ്ക്ക് പറയുകയാണ്, ഇലക്ഷൻ വരാനിരിക്കുന്നു. നല്ല ആൾക്കാരെ, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ജോൺ ബ്രിട്ടാഷും പാർട്ടി നോക്കാതെ നല്ല ആൾക്കാരെ നിങ്ങൾ വിജയിപ്പിക്കണം. പാർലമെന്റിൽ നമ്മുടെ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നവരെയാണ് പാർലമെന്റ് അല്ല, നമ്മുടെ നിയമസഭാ പാർലമെന്റിൽ നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ആരൊക്കെയാണോ സംസാരിക്കുന്നത് അവരെയാണ് നമ്മൾ വിജയിപ്പിച്ച് വിടേണ്ടത്. അല്ലാതെ ഞാൻ CPM കാരനാണ്, ഞാൻ BJP കാരനാണ്, ഞാൻ ഇവറ്റകൾക്ക് വോട്ടിടും, അങ്ങനെയല്ല. ഭരണം അത്യാവശ്യമാണ്, ഈ ചേഞ്ച് ആവൽ. പിണറായി വിജയൻ ഒന്നും കൂടി ഭരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെയായി നമ്മുടെ കേരളം. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോ ഇവിടെ വരാം. ഓക്കെ, ബൈ.